ഇന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാലയം തുറക്കുന്ന ദിവസമാണ്. 3 വയസ്സ് എത്തുന്ന കുട്ടികളെയൊക്കെ ഇപ്പം തന്നെ കിൻഡർ ഗാർട്ടനിൽ പ്രവേശിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളുമായി ഇനി വിഷണറീസ് എഴുതി വച്ചേക്കുന്നത് കണ്ട ഇതങ്ങോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികൾ എവരി ഇഞ്ച് എ മാൻ എന്നുള്ള രീതിയിലാവും എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും എക്യുപ്ഡ് ആയിട്ടാണ് പുറത്തേക്ക്, സുസജ്ജമായിട്ടാണ് പുറത്തേക്ക് വരിക എന്നുള്ളത്. പക്ഷേ ഒന്നുമില്ല. അതൊരു വഴിക്ക്, അധ്യയനം വേറെ വഴിക്ക് എന്ന നിലയ്ക്കാണ് പോണത്. അത് ഉടച്ചു വാർക്കേണ്ടത് എന്താ വെച്ചാൽ, ചിലപ്പോൾ കരിക്കുലം അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എക്യുപ്ഡായ ടീച്ചിങ് ടൂൾസ് വേണമെങ്കിൽ അധ്യാപകരായിരിക്കണം. പക്ഷെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കേരളത്തിൽ എന്തായാലും അത്തരം എക്യുപ്ഡായിട്ടുള്ള അധ്യാപകരൊന്നുമില്ല. ഇനി അഥവാ പൊതുപരീക്ഷ എഴുതി വരുന്നവരാണെങ്കിലും അത് ഒരു 80% അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പല പല ഘടകങ്ങളാണ് ഈ പൊതുപരീക്ഷയിൽ വരുന്ന അധ്യാപകർക്കുള്ളത്. അതിൽ മെറിറ്റ് വേറെ. ഫസ്റ്റ് തന്നെ അവരെ ചോദ്യപേപ്പർ ഡിസൈൻ ചെയ്യുന്ന രീതി തന്നെ തകരാറാണ്. കാരണം ഒക്കെ റോട്ട് ലേണിങ്ങിൻ്റെയും ബേസിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുക്കുന്നത്. ടീച്ചർക്ക് വേണ്ടത് പാഷനും അതേപോലെ തന്നെ അവരുടെ പല പല ക്വാളിറ്റീസ് ഉണ്ട്. അവരുടെ മെത്തഡോളജി മാത്രമല്ലല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. അത് അവരുടെ മറ്റു ക്വാളിറ്റീസും, ഒരു ടീച്ചർക്ക് വേണ്ട മറ്റു ക്വാളിറ്റീസൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മെത്തഡോളജിയും നിർബന്ധമാണ്. അത് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഒരു രീതിയൊക്കെ അത് നേരത്തെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ടീച്ചറുടെ മൈൻഡ് സെറ്റ് അധ്യാപനത്തിന് യോജിച്ചതാണോ എന്നറിയാനുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതൊന്നും ആയിട്ടില്ല. പിന്നെ ഭാഷാധ്യാപികയ്ക്ക് തന്നെ ആണെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സിലബസ് കൊടുത്തിട്ട് ആ സിലബസ് പഠിച്ച് ആ സിലബസിലെ ചോദ്യം നേരിട്ട് അവരുടെ മെമ്മറി ടെസ്റ്റ് ഈസ് പുട്ട് ടെസ്റ്റ്, അവരുടെ ഓർമ്മശക്തി തന്നെയാണ് അവിടെയും പരിശോധിക്കപ്പെടുന്നത്. പക്ഷേ കേവലം ഓർമ്മശക്തി മാത്രം പോരല്ലോ ഒരു അധ്യാപികയ്ക്ക് ആപ്റ്റിറ്റ്യൂഡ് വളരെ നിർബന്ധമാണല്ലോ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത അധ്യാപകരാണ് ഇനി പൊതുപരീക്ഷ എഴുതിയിട്ട് വരുന്നതാണെങ്കിലും അതേസമയം മാനേജ്മെൻറ്റ് കോഴ കൊടുത്ത് വരുന്ന അധ്യാപകരാണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് വളരെ കുറവായിട്ട് തന്നെ കണ്ടെക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ അവരുടെ ടീച്ചിങ്ങിലും ഉണ്ടാവും. അതൊക്കെ കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകും. കാരണം അവർ പാടെ പരാജയപ്പെടുകയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്ന ആ പ്രക്രിയയിലും അവർ പാടെ പരാജയപ്പെടുകയാണ്. കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പലർക്കും ഈ കോഴ കൊടുത്ത് കയറുന്ന അധ്യാപകർക്ക് വല്ലതും അറിയോ? അവർക്ക് എങ്ങനെയാണ് ഒരു സബ്ലിമേഷൻ പ്രോസസ്സ് എന്നറിയോ? ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കാശിൻ്റെ മിടുക്കിൽ കയറി വരുന്ന അധ്യാപകർക്ക് എന്താ അറിയുക? സബ്ലിമേഷൻ പ്രോസസ്സ് അറിയോ? എന്താണ് വിപുലീകരണ പ്രക്രിയ എന്നറിയോ? എങ്ങനെയാണ് കുട്ടികളുടെ നെഗറ്റീവായിട്ടുള്ള വിപരീത ഊർജ്ജങ്ങൾ, നെഗറ്റീവ് കപ്പാസിറ്റീസ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ആക്കേണ്ടത് അല്ലെങ്കിൽ വിപുലീകരിക്കേണ്ടതെന്ന് അവർക്കറിയോ? അത് സപ്രസ് ചെയ്യുള്ളൂ. ആ സപ്രസ് ചെയ്യുമ്പോൾ അവിടെ കിടക്കും. കിടക്കും. അതിനൊരു ഔട്ട്ലെറ്റ് ഇല്ലാതെ കിടക്കും. അവസാനം ഒരു അവസരം വരുമ്പോൾ ഒരു വോൾക്കാനോ, ഒരു അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സിറ്റിസൻസ് ഇവിടെ ഇല്ല, കണ്ടുകിട്ടാൻ കഴിയുന്നില്ല. അത് ഈ നമ്മുടെ അധ്യാപകരുടെ ക്വാളിറ്റി കുറവ് തന്നെയാണ്. മൊന്തായം വളഞ്ഞാൽ പിന്നെ എല്ലാം വളയും. ആദ്യം തന്നെ വേണ്ടത് നല്ല അധ്യാപകരാണ് ഒരു സമൂഹത്തിൻ്റെ നവനിർമ്മിതിക്ക് വേണ്ടിയിട്ട് നല്ല അധ്യാപകരാണ് വേണ്ടത്. അത് നിസ്സാരമല്ല. അത് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം കറപ്റ്റഡായിട്ടുള്ളത്, കുടുംബം കറപ്റ്റഡായിട്ടുള്ളത്,
ബ്രോക്കൺ ആവുന്നത്, വാല്യൂസ് ഇല്ല, വാല്യൂ ഇറോഷൻ സംഭവിക്കും, മൂല്യച്യുതി സംഭവിക്കുന്നത് എല്ലാം ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അത് ആണ് ഈ കോഴ വാങ്ങിയുള്ള അധ്യാപക നിയമനം. അപ്പോൾ ഈ സർക്കാരും പ്രീണിപ്പിക്കുകയല്ലോ, മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതുകൊണ്ട് ഓരോ മതങ്ങളും നടത്തുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. കൈയഴിഞ്ഞ് സഹായിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അവിടെ നല്ല സർക്കാർ ഫണ്ടിൽ നിന്ന് MLA ഫണ്ടിൽ നിന്ന് വേണ്ടി എല്ലാ എയ്ഡഡ് മേഖലയിലെ വിദ്യാലയങ്ങൾക്കും ഒരുപക്ഷെ അവർ ഗവൺമെൻറ് മേഖലയിലുള്ള വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് ഇവർ കൊടുക്കുന്നത് അവിടെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു മന്ത്രി നേരിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അപ്പോൾ 1957 കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി അത് തിരുത്താൻ ശ്രമിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. പറയുമ്പോൾ പറയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്ര കാലമായി തിരുത്തപ്പെടേണ്ടതല്ലേ, തിരുത്തണ്ടേ? ഇനിയെങ്കിലും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ നിയമനം ഇനി PSCക്ക് വിടുന്നെന്ന് പറഞ്ഞിട്ട് എന്താ അവർ വയ്ക്കാത്തത്? അതോടുകൂടി തീർന്നു. അതിനുള്ള ധൈര്യമൊന്നും ആരും കാണിക്കില്ല. അത്രയ്ക്കുള്ള വിപ്ലവം എല്ലാ വിപ്ലവ പാർട്ടിക്കുള്ളൂ. അതേപോലെ റിസർവേഷൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ അവരെന്ത് ചെയ്യും? അവർക്കൊരു കരിക്കുലം കിട്ടിയിട്ടുണ്ടാവും. ആ കരിക്കുലം വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഭംഗിയായി ഡിസൈൻ ചെയ്യാനുള്ള ചെയ്ത കരിക്കുലം എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അവരുടേതായ രീതിയിലായിട്ട്. അപ്പോൾ ടീച്ചർ എന്താവും? ടീച്ചർ ഒരു ക്ലാർക്കായിട്ട് അങ്ങോട്ട് റെഡ്യൂസ് ചെയ്യാണ്. ടീച്ചർ ക്ലാർക്കാവുമ്പോൾ എന്താവുക? കുട്ടികളുടെ മനസ്സിലേക്ക്, ആഴത്തിലേക്ക് അവർക്ക് പോകാൻ അറിയില്ല. ഒന്നാമത് അവർക്ക് പറ്റില്ല. കുട്ടികളുടെ മനസ്സിലേക്ക്, ആഴത്തിലേക്ക് പോകണമെങ്കിൽ ടീച്ചർക്ക് അവരെ തന്നിലേക്ക് ആകർഷിക്കണമെങ്കിൽ ടീച്ചർക്ക് സ്റ്റഫ് വേണം. ടീച്ചർക്ക് അതില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർ ക്ലാസ് റൂമിൽ ഡിക്റ്റേറ്ററാവും, സ്വേച്ഛാധിപതിയാവും. ആ ക്ലാസ് റൂമിൽ ജനാധിപത്യ മര്യാദകൾ ഉണ്ടാവില്ല. ജനാധിപത്യം പരമായിരിക്കണം ക്ലാസ് റൂം. അപ്പോൾ ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്യും, കുട്ടികൾ അത് ഏറ്റുപാടും. അതിലപ്പുറത്ത് അവരുടെ മനസ്സിൻ്റെ അറകളിലേക്ക് പോയി അവരെ കണ്ടെത്താനൊന്നും ടീച്ചർക്ക് കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു ടീച്ചർ എന്തായിരിക്കണം? എന്താണ് ടീച്ചർ? ടീച്ചർ ഈസ് എ പേഴ്സൺ ഹു ഹെൽപ്സ് എ ചൈൽഡ് ടു ഡെവലപ്പ് ഹിസ് ഓർ ഹെർ ഓൺ ചോയ്സ്. കുട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കഴിവുകൾ എന്താ, കുട്ടി അത് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. അപ്പോൾ അത്തരം വ്യക്തികൾക്ക് അധ്യാപകരാവാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുകയാണ്. അത് കണ്ടെത്താൻ കഴിവുള്ള വ്യക്തികൾക്ക് അധ്യാപകരാവാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുകയാണ്. ഈ 21ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്ന കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം, കോഴ കൊടുത്ത്, കോടികൾ ലക്ഷങ്ങൾ കോഴ കൊടുത്ത് അധ്യാപകരാവുന്ന ആ സംവിധാനം എന്നുള്ളത്. അപ്പം നല്ല പൗരന്മാരെങ്ങനെ ഉണ്ടാവുക? നല്ല പൗരന്മാർ ഒരിക്കലും ഉണ്ടാവില്ല. അവർക്ക് ഒരു വായന ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക? അവർക്ക് ഈ വളരെ സാമ്പ്രദായികമായ പിന്തിരിപ്പൻ വിദ്യാഭ്യാസ രീതികൾ മാത്രമേ അവർക്ക് അറിയൂ. അവർ ആഗ്രഹിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ പെരുമാറണം, വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അതിനെ സപ്രസ് ചെയ്യാമെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എന്താ ദോഷം? നമ്മൾക്ക് ദോഷം. നമ്മുടെ സമൂഹം വികലമായ സമൂഹം കൂടുതൽ വികലമായി കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അഴിച്ചു പണിയേണ്ട അല്ലെങ്കിൽ തച്ചുടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ എന്ത് വിപ്ലവം, പേരിന് മാത്രം ഒരു വിപ്ലവം പറഞ്ഞൊരു പാർട്ടിയല്ല. വിപ്ലവ പാർട്ടിയുടെ മാത്രം കുറ്റമല്ല അത്. മാറി വന്ന മിനിസ്ട്രികളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. ആരും അത്ര ധൈര്യപ്പെടുന്നില്ല. ആ ധൈര്യം കാണിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് വിദ്യാലയം എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് എൻവയൺമെൻ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഭീതി പറഞ്ഞത് ഇവർക്ക് പാർട്ടിസൻ വ്യൂ ആണ്. ഭയങ്കര പക്ഷപാതപരമായിട്ടുള്ള സമീപനമാണ് വിദ്യാലയത്തിൻ്റെ ഉള്ളിൽ, ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ. കാരണം ഇവർക്ക് അജ്ഞതയുടെ കൂടാരങ്ങളാണ് ഓരോ അധ്യാപകരും. ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരും അജ്ഞതയുടെയും അഹന്തയ്ക്ക് കൈയും കാലും മുളച്ചാൽ എങ്ങനെയാണ്? കാരണം കോടികൾ കൊടുത്ത് വാങ്ങിയ ജോലിയല്ല. അതിന് കൈയും കാലും മുളച്ചാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് എന്തെങ്കിലും അറിയോ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത്? അപ്പോൾ അവരെവിടെ മെമ്മറി ടെസ്റ്റ് മാത്രം അല്ലെങ്കിൽ ഓർമ്മശക്തി അല്ലെങ്കിൽ കേട്ടെഴുത്ത് അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെയാണ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ അറിയുള്ളൂ. കുട്ടിയുടെ ഒരു ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുക അവർക്ക് അറിയില്ല. ഒരു കുട്ടി സ്വന്തം ഭാഷയിൽ പരീക്ഷ, പോയറ്റിക്കായിട്ടുള്ളൊരു ഭാഷയിൽ കാവ്യാത്മകമായൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിടും. കാരണം ആ ഉത്തരം ലേബറൻഡിയിലില്ല.
ലേബർ ഇന്ത്യയിൽ എഴുതുന്ന കൊടുത്തിട്ടുള്ള അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടിക്കാണ് അവിടെ 100-ൽ 100 മാർക്ക്. കുട്ടി അതോടുകൂടി അപ്പോൾ ഈ പോയറ്റിക്കായിട്ട് ഭാഷാ സ്വാധീനവും അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടി അതോടുകൂടി സൈഡ് ലൈൻഡ് ആവുകയാണ്. ഇവരുടെ കയ്യിൽ 10-12 കൊല്ലം ഇത് സഹിച്ച് കുട്ടി വേറെ ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റി ആവും, വിഘലമായ വ്യക്തിത്വത്തിന് ഉടമയാവും. അപ്പോൾ ഈ ലേബർ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറെ എനിക്കറിയാം. ഭാഷ പേര് ഭാഷയാണ്, പക്ഷെ ഭാഷ ലെവലേശം അറിയില്ല. ലേബർ ഇന്ത്യയിൽ ഇല്ലാത്ത ഉത്തരം എഴുതിയതിനെ ടീച്ചർ വെട്ടിട്ടു ഭാഷയിൽ. അപ്പോൾ അത്രയും ഒരു സൊസൈറ്റി ഇൻ മിനിയേച്ചറാണ് ഓരോ ക്ലാസ് റൂമും. ഈ ഒരു ചെറിയ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഗുണ്ടായിസം ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഒതുക്കൽ കോർണർ ചെയ്യലുണ്ടാവും, ചീപ്പ് ഈഗോ, ടീച്ചറുടെ ചീപ്പ് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ നള്ളിഫൈ ചെയ്യലുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ സൊസൈറ്റി? കാരണം സൊസൈറ്റിയിൽ അണ്ടർവേൾഡ് ഡോഗ്സാണ് ടീച്ചേഴ്സ് അയക്കുന്നത്, ദാദാമാർ ആയിട്ട്. അപ്പോൾ അവരുടെ സ്വഭാവമാണ് കാണിക്കുള്ളൂ. ആ സ്വഭാവം കാണിക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഈ 1 കോടി മാത്രം കൊടുത്തിട്ട് ജോലി കിട്ടിയത് മാത്രമല്ല, പല എന്താ പറയുക, സൈഡ് ബിസിനസ്സുകൾ ഒരുപാടുണ്ടാവും. ചിട്ടി ഉണ്ടാവും, കുറിക്കമ്പനി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ എഴുതണം. അപ്പോൾ അവർ സ്റ്റാഫ് റൂമിലിരുന്ന് ഒരു ഗുണ്ടാരാജാണ് അവിടെ, ഗുണ്ടേനെ വിദ്യാലയത്തിൽ ക്ലാസ് ലീഡറാക്കും. എന്നിട്ട് അവരെ കൊണ്ട് പേര് എഴുതിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ട് ആ ഗുണ്ട കുട്ടികളെ കടിച്ചമർത്തിയിരിക്കുക. അപ്പോൾ കാരണം അവിടെ സൈലൻസ് ഉണ്ടാവണം, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടി അവരെ ഓരോ ഗുണ്ടകളെ അങ്ങോട്ട് ആളാക്കി വെച്ചിരിക്കും. അപ്പോൾ ഒരു തരത്തിൽ ഡെമോക്രാറ്റിക് അല്ലാത്തൊരു റൂമാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. എവിടെയാണോ ജനാധിപത്യ മൂല്യങ്ങളുടെ ആദ്യ ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്, അവിടെ തന്നെ ജനാധിപത്യ വിരുദ്ധതയുടെ ഇതാണ് ക്രൂരമായ ഒരു മുഖമാണ് കുഞ്ഞ് പരിചയപ്പെടുന്നത് ചെറുപ്രായത്തിൽ. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അവിടെ പതിഞ്ഞു കിടക്കും. അപ്പോൾ കുഞ്ഞിന് പിന്നെ വിൻഡിക്റ്റീവാണ്, പ്രതികാര ബുദ്ധിയാണ്. വിദ്യാലയത്തിൽ നിന്ന് കുഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ കുടിക്കുന്ന മത്സരം, മാർക്ക് വെറും നമ്പർ മാത്രമാണ്. ജ്ഞാനം വേറെ, മാർക്ക് വേറെ. മാർക്കുള്ളവനാണ് ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറ്റായ ധാരണ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. കാരണം മാർക്ക്, അപ്പം മത്സരം, അതായത് ആരോഗ്യപരമല്ലാത്ത മത്സരം കുഞ്ഞ് പഠിക്കുന്നതാണ്. വിൻഡിക്റ്റീവ്നെസ്, പ്രതികാര ബുദ്ധി കുഞ്ഞ് പഠിക്കുന്നതാണ്. ചീപ്പ് ഈഗോ, അന്തസ്സില്ലാത്ത ഒരു പെരുമാറ്റങ്ങൾ. ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ പഠിച്ചിട്ട് കുഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവയ്ക്ക് കാപ്പട്യം. അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് മാർക്ക് കുറയും, ഞാൻ തലേദിവസം എനിക്ക് വയ്യ, ഒന്നും പഠിച്ചിട്ടില്ല, എങ്ങനെയൊന്ന് പരീക്ഷ എഴുതാൻ പോവുക, ഞാനത് പഠിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് ഒരു ഫെല്ലോ സ്റ്റുഡൻറ്റ് ഒരു സഹപാഠി ചോദിക്കുമ്പോൾ പറയുന്ന ഭാഷയാണ്. പിന്നെ വഴി തെറ്റിക്കുക, ഞാൻ ഒന്നും പഠിച്ചില്ല, നമുക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പരീക്ഷ എഴുതി അത് നല്ല മാർക്കും വാങ്ങിയിട്ട് വരുന്ന കാണാം. അപ്പോൾ കാപട്യമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇത്തരം ക്വാളിറ്റീസൊക്കെ തികഞ്ഞ ഒരു നല്ല ശ്രേഷ്ഠ വിദ്യാർത്ഥിയായി ഈ അധ്യാപകരുടെയും ഈ സമൂഹത്തിൻ്റെയും കണ്ണിൽ. അപ്പോൾ ഇത്തരം എലമെൻസിനൊക്കെ വീഡ് ഔട്ട് ചെയ്താലാണ് നല്ല നല്ല മനുഷ്യരും നല്ല പൗരന്മാരുമായി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഈ കിരാതന്മാരുടെ ഈ ജനാധിപത്യ വിരുദ്ധരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ അനുസരിച്ച് പ്രഡിക്കമെൻ്റ് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമാണ്. കാരണം നമുക്ക് നാട്ടിൽ നിന്ന്, ലോകത്തു നിന്ന് തന്നെ, ഭൂമുഖത്ത് തന്നെ പോകാറായി, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ വളരെ മോശം ആൾക്കാരായി പോകുന്നു, മോശം അധ്യാപകരായി പോകുന്നു. നമ്മൾ പറയുന്നത് ഇവിടെ വേണ്ടത് ഡിസിപ്ലിൻ. വാട്ട് ഈസ് റിക്വയർഡ് ഇൻ ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസിപ്ലിൻ. അപ്പോൾ ആ പട്ടാള ക്യാമ്പ് പോലെ അങ്ങോട്ട് ആക്കി നിശബ്ദമാക്കി ഇരുന്ന അവർ പറയുന്ന പോലെ കുട്ടികളെ നടത്തുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. 2020 എഡ്യൂക്കേഷൻ പോളിസി വലിയ ഗംഭീരമായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര കണ്ട് അത് പ്രാബല്യത്തിലാക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം ഈ ഫസ്റ്റ് ആയിട്ട്, അതായത് ആദ്യം തന്നെ അധ്യാപക നിയമനം, പിൻവാതിലൂടെ അധ്യാപക നിയമനം നിർത്തലാക്കുക. റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല, ഒന്നുമില്ല. കാശുള്ളവർ
അത്തരം അധ്യാപകരാവുക. ഇവിടുത്തെ കമ്മ്യൂണിറ്റി റിച്ച് കമ്മ്യൂണിറ്റി ആരാന്ന് വെച്ചാൽ അധ്യാപകരാണ്. കാരണം കാശുള്ളവന് അത് ആവാൻ പറ്റുന്നുള്ളൂ. സർക്കാർ സർവീസിൽ വളരെ തുച്ഛം സ്കൂളുകളുണ്ടാവും. അവിടെയൊക്കെ വരുന്നവർ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. ബാക്കി എല്ലാവരും കാശുള്ളവരാണ് അധ്യാപകർ. അവർ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ കുഞ്ഞുങ്ങളെ അറിയാനോ അവർക്ക് അറിയൂല. ഇനി അറിഞ്ഞാൽ തന്നെ അറിയാൻ ശ്രമിച്ചാൽ തന്നെ അവർക്ക് വേണ്ടത് ഫ്ലക്സ് വെക്കാൻ A+കളുടെ എണ്ണം കിട്ടണം. എന്നിട്ട് ഇല്ലാത്ത കുട്ടികളുടെ ഒരു മൂഢധാരങ്ങളൊക്കെ കുട്ടികളുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ A+ കിട്ടിയാലാണ് ലോകത്തെ എല്ലാം തികഞ്ഞവര് എന്നുള്ളൊരു ധാരണ. മറ്റു കുട്ടികളുടെ ഇടയിൽ ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ഈ ഫ്ലക്സ് വെച്ച കുട്ടികൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ പാവം കുഞ്ഞുങ്ങൾക്കും അവരെ രക്ഷിതാക്കൾക്കും അറിയില്ല. അവരെ സ്കൂളിൽ എത്ര A+ കിട്ടിയാലാണ് അവരുടെ സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടുള്ളൂ. ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അവരെ കച്ചവടത്തിൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും മനസ്സിലായി. A+ കുട്ടികൾക്ക് എത്ര കണ്ട് കുട്ടികൾ നന്നായി അവരുടെ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കാനൊന്നും ആക്കുന്നതിലൊക്കെ പാടേ പരാജയപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇത് എത്രയൊന്ന് മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് രക്ഷിച്ചെടുത്താൽ വലിയ കാര്യമായി. ഈ വക അധ്യാപകരെ കയ്യിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭാവിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഇന്ന് രക്ഷിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നടക്കുമെന്ന് അറിയില്ല. പഠിപ്പിക്കാൻ പോയവർക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നല്ലോണം ഇടപെടാൻ. അപ്പോൾ അവിടുത്തെ മന്ദബുദ്ധി അധ്യാപകരൊക്കെ നമ്മളടിച്ചൊതുക്കും. രക്ഷിതാക്കൾ കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൗൺസിലിംഗ് വേണം. കുട്ടിക്ക് കൗൺസിലിംഗ് വേണം, അവൻ്റെ അച്ഛനും കൗൺസിലിംഗ് വേണം. തികഞ്ഞത് ഇവർ മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നത് ഇവർക്ക് അജ്ഞരാണ്. ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത വർഗ്ഗങ്ങളാണ്. അപ്പോൾ അവർക്കാണ് വേണ്ടതെന്ന് അറിയില്ല. അവർ മറ്റുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ അധ്യാപകരിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെന്ന് രക്ഷിക്കാൻ പറ്റണേ. നികുതിദായകരുടെ കാശും മേടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു വീർത്ത് ചോര കുടിച്ച് വീർത്തിരിക്കുന്ന അട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങളെന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ ഇപ്പം എൻ്റെ പ്രാർത്ഥനയുള്ളൂ. നന്ദി, നമസ്കാരം.